പല ആൾക്കാർക്കും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊരു പേടിയുണ്ടാവും. ഇത് എപ്പോഴും നമുക്ക് ഇഞ്ചക്ഷൻസ് പേടിയുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചില നമ്മുടെ ഈ പല്ല് കട്ട് ചെയ്യുന്ന ഡെൻ്റൽ ബർ യൂസ് ചെയ്യുമ്പോൾ അത് പേടിയുള്ള ആൾക്കാരുണ്ടാവും. മൃദുവായിട്ടുള്ള കോശങ്ങൾ കട്ട് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പൽ അല്ലെങ്കിൽ സർജിക്കൽ ബ്ലൈഡുകൾ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെൻ്റൽ ലൈസേഴ്സ് എന്ന് കൃത്യമായിട്ട് പല ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിക്കും ബദലായിട്ട് നമുക്ക് ഉപയോഗിച്ച് പോരാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള ഡെൻ്റൽ ലേസേഴ്സ് ഉണ്ട്. ഡെൻ്റൽ ഹാർഡ് ടിഷ്യൂ ലേസേഴ്സും ഉണ്ട്, സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സും ഉണ്ട്. ഹാർഡ് ടിഷ്യൂ ലേസേഴ്സ് നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് ആണ് വരുന്നത്. വളരെ കോസ്റ്റ്ലിയാണ് ഹാർഡ് ടിഷ്യൂ ലേസർ എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നന്നായിട്ട് യൂസ് ചെയ്ത് പോരുന്ന ഒന്നാണ് ഹാർഡ് ടിഷ്യൂ ലേസേഴ്സ്. നമ്മൾ പല്ല് കട്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ നമ്മൾ പല്ല് വെച്ചിട്ടുള്ള ഒരു പഴയ ക്രൗൺ മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിൽ നമ്മൾ പല്ലിലും എല്ലിലും ഒക്കെ ഹാർഡ് ടിഷ്യൂ ഇട്ട് വളരെ കട്ടിയായിട്ടുള്ള കോശങ്ങളിലോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതിനെയാണ് കലകളിൽ ഉപയോഗിക്കാവുന്ന ലേസേഴ്സാണ് ഹാർഡ് ടിഷ്യൂ ലേസേഴ്സ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൃദുവായിട്ടുള്ള കലകളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സാണ്. അതിൽ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനം ഒന്നും മോണയിൽ വരുത്താവുന്ന വ്യതിയാനങ്ങളാണ്. മോണയുടെ അമിതമായിട്ടുള്ള ഈ പറഞ്ഞ വളർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ ജിഞ്ചിവെക്ടമി എന്ന പ്രക്രിയ ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. മോണയിൽ അമിതമായിട്ടുള്ള നിറവ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡീപിഗ്മെൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. ചില ആൾക്കാരിൽ മോണയിൽ അമിതമായിട്ടുള്ള ദശാവളർച്ച ഉണ്ടാവും. ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ചില കേസുകളിലെന്ന് പറഞ്ഞാൽ മറ്റു ചില അലർജിയുടെ ഭാഗമായിട്ടായിരിക്കാം, ചില മരുന്നിൻ്റെ പാർശ്വഫലമായിട്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള മോണയിലുള്ള ദശാവളർച്ച നീക്കം ചെയ്യാനായിട്ടും നമുക്ക് ഈ പറഞ്ഞ ലേസേഴ്സ് യൂസ് ചെയ്യാം. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ മുൻനിര പല്ലുകളുടെ ഇടയിൽ വിടവിന് കാരണമാകുന്നത് ആ മുൻനിര പല്ലിൻ്റെ ഇടയിൽ കാണുന്ന ആ മേൽചുണ്ടിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഫ്രീനം എന്ന് പറയുന്ന വള്ളി പോലെ കാണുന്ന ചെറിയൊരു ദശയാണ്. ആ ദശ ചിലർക്ക് വളരെ തിക്കായിരിക്കും. അപ്പോൾ അത് ഏൽപ്പിക്കുന്ന മർദ്ദം കാരണമായിരിക്കും ഈ ഒരു സ്പേസിങ് വരുന്നത്. ആ സ്പേസ് നമ്മൾ മിഡ് ലൈൻ ഡയസ്റ്റിമ എന്നാണ് പറയുക. അപ്പോൾ മിഡ് ലൈനിലുള്ള ആ സ്പേസ് നമ്മൾ കമ്പിയിട്ട് കറക്റ്റായിട്ട് നീക്കം ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നാലും ഈ ഒരു ടിഷ്യൂ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വീണ്ടും ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രീനം എന്ന് പറയുന്ന ഈ ഒരു ദശയെ ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ പുതിയൊരു പൊസിഷനിലോട്ട് മാറ്റി സ്ഥാപിക്കുക, റീലൊക്കേറ്റിംഗ്. അങ്ങനെ റീലൊക്കേറ്റിംഗ് ചെയ്ത് കുറച്ച് മാത്രം കട്ട് ചെയ്തതിന് നമ്മൾ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് കട്ടിങ് ആണെങ്കിൽ ഫ്രിനക്ടമി എന്നും, പാർഷ്യലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രിനോട്ടമി എന്നും അല്ലെങ്കിൽ ഫ്രെൻഡോപ്ലാസ്റ്റി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ വിസ്ഡം ടൂത്ത്, വിവേകദന്ത, അവസാനം വരുന്ന 3ാമത്തെ അണപ്പല്ല് പലപ്പോഴും സ്പേസ് ഇല്ലാഞ്ഞിട്ട് പല്ലിൻ്റെ ഉൾഭാഗത്ത് കുടുങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ അത് വരാനായിട്ട് ഇങ്ങനെ മുള പൊട്ടി ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വേദനയും ഒക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും എപ്പോഴും ഒരു ദശ ഇങ്ങനെ പല്ലിനെ മൂടി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വീണ്ടും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കയറിയിരുന്നിട്ട് അവിടെ എപ്പോഴും ഓക്സിജൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവായു ജീവികൃത അണുക്കളെന്ന് പറയും, അല്ലെങ്കിൽ അനേറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് വായുവിൻ്റെ പ്രസൻസിൽ വളരാത്ത, വായു എവിടെയാണോ ഇല്ലാത്തത്, ഓക്സിജൻ എവിടെയാണോ ഇല്ലാത്തത് അവിടെ പെറ്റുപെരുകുന്ന അണുക്കളാണ് അനേറോബിക് ആയിട്ടുള്ള ഓർഗാനിസം. അപ്പോൾ അത് ഈ പറഞ്ഞ ആ ഒരു ദശയ്ക്കുള്ളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ദശ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം രോഗിക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ദശയെ പറയുന്നത് ഓപ്പർക്കുലം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയെ പറയുന്നത് പെരി കൊറോണൈറ്റിസ് എന്ന് പറയും. പെരി എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ്, കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ക്രൗണിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല്ലിന് ചുറ്റും ഉണ്ടാകുന്ന നീർ വീക്കോ അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് പെരി കൊറോണൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ഓപ്പർക്കുലം എന്ന് പറയുന്ന ദശ നീക്കം ചെയ്യുന്ന ലഘുവായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്ന ഓപ്പർക്കുലക്ടമി എന്ന് പറയും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഈ ലേസറിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്തരം പ്രൊസീജിയറിൽ മാത്രമല്ല, ചില കേസിൽ നമുക്ക് TMJ എന്ന്, അതായത് നമ്മുടെ ടെമ്പറോ മാൻഡിബുലാർ ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിൻ്റെ പെയിൻ സിവിയറായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ലോ ലെവൽ ലേസർ തെറാപ്പി യൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ ബയോമോഡുലേഷൻ ടെക്നിക്കാണ്. പല വേവ് ലെങ്തിൽ 3 വേവ് ലെങ്തിൽ നമുക്ക് ലേസേഴ്സ് യൂസ് ചെയ്യാം. അതിലൊരു കട്ടിംഗ് മോഡുണ്ട്, ഒരു ഹീലിംഗ് മോഡുണ്ട്. അപ്പോൾ ഈ TMJ ആപ്ലിക്കേഷനിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുമ്പോഴത്തേക്കും TMJയുടെ വേദനയിൽ നിന്ന് ശമനം ലഭിക്കാറുണ്ട്. മറ്റൊരു യൂസ് എന്ന് പറയുന്നത് പല്ലുകൾ വെളുപ്പിക്കാനായിട്ട് നോർമലി നമുക്ക് സ്പെഷ്യൽ ലൈറ്റ്സ് ഉണ്ട് ഈ ഡെൻ്റൽ ടൂത്ത് വൈറ്റനിങ്ങിനായിട്ട്. എന്നാൽ തന്നെയും അതിനേക്കാളും വളരെ ത്വരിത വേഗത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് ലേസർ അസിസ്റ്റഡ് ടൂത്ത് വൈറ്റനിങ് ഉണ്ട്. അപ്പോൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ടിപ്പുകളുണ്ട്. അതിനുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന ലൈറ്റിന് പകരം നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിനെ വെളുപ്പിക്കാവുന്നതാണ്. മറ്റൊരു മോഡാലിറ്റി എന്ന് പറഞ്ഞാൽ പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു, നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട് ടൂത്തിന്. അപ്പോൾ അത്തരത്തിലുള്ള ടീത്തിൻ്റെ അകത്തോട്ട് നമുക്ക് ലേസർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ ടൂത്തിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെ പുളിപ്പ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. എക്സ്ട്രീം ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹീമോസ്റ്റാറ്റിക് മോഡിലിട്ടിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ലേസർ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്.
നമ്മൾ മറ്റ് രീതിയിൽ തന്നെ സർജറി ചെയ്തിരുന്നാൽ തന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഹീലിംഗ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ സർജിക്കൽ ഏരിയ ഫാസ്റ്റായിട്ട് ഉണങ്ങുന്നതിന് നമുക്ക് ലേസർ അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ലെനാപ്പ് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. നമുക്ക് സാധാരണയായിട്ട് മോണരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഫ്ലാപ്പ് സർജറിയാണ് ചെയ്തു പോരാറ്. ചില കേസുകളിൽ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ മാത്രമേ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ലേസർ മോണയുടെ അകത്തേക്ക് ഇറക്കിയിട്ട് അവിടെയുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിനെ അണുവിമുക്തമാക്കിയിട്ട് പുതിയ ഹെൽത്തി ആയിട്ടുള്ള ദശ അവിടെ വരാനായിട്ട് സഹായിക്കുന്ന പ്രൊസീജിയറിനെയാണ് ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ലെനാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാം. ഇംപ്ലാൻസ് ഇന്ന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൻ്റൽ ഇംപ്ലാൻസ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും അത് കൃത്യമായിട്ടല്ല നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും നീർവീക്കം വരാൻ സാധ്യതയുണ്ട്. അതിനെ പെരി ഇംപ്ലാന്റിറ്റിസ് എന്നാണ് പറയുക. പെരി ഇംപ്ലാന്റിറ്റിസിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ ലേസർ യൂസ് ചെയ്ത് പോരുന്നുണ്ട്. കൂടുതലും നിയോഡൈമിയം, ഇട്രിയം, അലുമിനിയം ഗാർനറ്റ് പോലെയുള്ള ലേസേഴ്സാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലേസേഴ്സിനുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ് ഡെൻ്റൽ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തീർത്തും വേദനാരഹിതമായിട്ട് ചെയ്തു പോരാവുന്ന വളരെ ലഘുവായിട്ടുള്ളൊരു പ്രക്രിയയാണ് ലേസർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഐ വയേഴ്സ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻറ്റും അസിസ്റ്റ് ചെയ്യുന്ന ആൾ 3 പേരും ഈ ഐ വയേഴ്സ് കൃത്യമായിട്ട് വെക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തു പോരാവുന്ന ഒരു പ്രൊസീജിയറാണ് ഡെൻ്റൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലേസർ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം തേടാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം.